വീണ ജോർജിനെതിരെ പ്രതിഷേധം, മർദ്ദനമേറ്റു, അതികഠിനമായ കഴുത്തുവേദന. എന്തൊക്കെ പ്രഹസനങ്ങൾക്കാണ് ഇന്ന് കേരളം സാക്ഷ്യം വഹിച്ചത്. എന്തായാലും ഇതെല്ലാം പൊളിച്ചെടുക്കുന്ന നിർണായക വിഷ്വൽസ് ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതെ, വീണ ജോർജിന്റെ വെറും നാടകമാണ് നമ്മൾ കണ്ടത്. ഒരു ചുക്കും വീണ ജോർജിന് സംഭവിച്ചിട്ടില്ല. അതിനിർണായകമായ ആ വിഷ്വൽസിലേക്ക് നമുക്ക് കടക്കാം. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഓസ്കാർ ലെവൽ പെർഫോമൻസുമായി അവർ നമുക്ക് മുന്നിലുണ്ട്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ 1-ാം പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന മന്ത്രിയെ നോക്കൂ. മാധ്യമ പ്രവർത്തകർ വണ്ടാനത്തെ വിഷയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ മന്ത്രിക്ക് നല്ല ഉഷാറാണ്. അവരോട് തട്ടിക്കയറുന്നു, കയർത്ത് സംസാരിക്കുന്നു. അവിടെ ഒരു വേദനയുടെ ലക്ഷണവുമില്ല. നിങ്ങൾ ഈ വിഷ്വൽസ് കാണുന്നുണ്ടല്ലോ, ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. അവിടെ നിന്നും മന്ത്രി നടക്കുകയാണ്. ഒന്ന് ശ്രദ്ധിക്കൂ, 1-ാം പ്ലാറ്റ്ഫോമിൽ നിന്നും 2-ാം പ്ലാറ്റ്ഫോമിലേക്ക് ഏതാണ്ട് കുറച്ചു ദൂരമേ ഉള്ളൂ. 1-2 മിനിറ്റ്. വഴിയിൽ കാണുന്ന കുഞ്ഞുങ്ങൾക്കും അമ്മമാർക്കും ഒക്കെ കൈവീശി കാണിച്ച് ചിരിച്ചു മറിയുന്ന മന്ത്രി, അല്ലെ? ആരോഗ്യത്തിന് ഒരു കുഴപ്പവും ഇല്ലാത്ത വ്യക്തിയുടെ നടത്തം. എന്നാൽ 2-ാം പ്ലാറ്റ്ഫോമിൽ സ്പീക്കർ എൻ ഷംസീറിനെ കാണുകയാണ്. ഷംസീർ പെട്ടെന്ന് സിനിമാ ഷൂട്ടിംഗ് ലൊക്കേഷനിലെ പോലെ ഒരു ആക്ഷൻ വിളിക്കുന്നു. ആക്ഷൻ. മിനിസ്റ്റർ നല്ല പരിക്കുണ്ട്. അവിടെ മിനിസ്റ്റർക്ക് നേരെ കയ്യേറ്റ ശ്രമം നടന്നിരിക്കുകയാണ്. മിനിസ്റ്ററുടെ കഴുത്തിന് പരിക്കുണ്ട്. മിനിസ്റ്റർ ഇപ്പം ഈ ട്രെയിനിൽ സഞ്ചരിക്കുന്നുണ്ട് എൻ്റെ കൂടെ. മിനിസ്റ്റർക്ക് പരിക്കേറ്റിരിക്കുകയാണ്. മിനിസ്റ്റർ അഡ്മിറ്റ് ചെയ്തു. പ്രതിഷേധത്തിന്റെ ഭാഗമായി വന്ന പ്രതിഷേധം എന്ന് പറഞ്ഞാൽ പ്രതിഷേധിക്കുക, ഞങ്ങൾക്ക് പ്രതിഷേധിച്ചു. പക്ഷേ കയ്യേറ്റം ചെയ്യാന്നുള്ളത് ശരിയല്ലല്ലോ ജനാധിപത്യം. സമരക്കാരനെ ആക്രമിച്ചു, പിന്നാരെ ആക്രമിക്കാൻ. സമരക്കാരെ കയ്യേറ്റം ചെയ്തു, കഴുത്തിന് പരിക്കും. ഞാൻ അദ്ദേഹത്തെ കാത്തിവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് പറഞ്ഞത് കഴുത്തിന് പരിക്ക് പറ്റി. ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അതിപ്പോൾ ഏതാണ്ട് അങ്ങനെ തന്നെ കാണുന്നത്. മന്ത്രിമാർക്കെതിരെ കരിങ്കൊടിയും സമരവും നടത്തിയ ആൾക്കാരാണ് നമ്മളൊക്കെ അതിൻ്റെ പ്രൊഡക്ട്സായി വന്ന ആൾക്കാരാണ്. പക്ഷേ ഈ രീതിയിൽ മന്ത്രിയെ കയ്യേറ്റം ചെയ്യുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. അത് അപലപിക്കപ്പെടേണ്ടതാണ്. അഡ്മിറ്റ് ചെയ്യണം. സജീവട്ടാ, ദീപ്തി അത് കാണിച്ചിട്ട് പെട്ടെന്നതാ വരുന്നു മന്ത്രിക്ക് കഴുത്തുവേദന. നിമിഷങ്ങൾക്കകം വേദന കൊണ്ട് പുളയുകയാണ്. മുഖത്ത് ഭീകരമായ വേദനയുടെ ഭാവങ്ങൾ. മമ്മൂട്ടിക്കല്ല, ഇത്തവണത്തെ സ്റ്റേറ്റ് അവാർഡ് നമ്മുടെ മന്ത്രിക്ക് തന്നെ കൊടുക്കണം. ഈ 1-2 മിനിറ്റ് കൊണ്ട് അവിടെ എന്ത് മറിമായമാണ് സംഭവിച്ചത്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ സർക്കാരിനെ അനുകൂലിക്കുന്നവർ ഒരു ചിത്രം വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ടേ. പോലീസുകാരന്റെ നെയിം ബാഡ്ജ് തട്ടി മന്ത്രിയുടെ കയ്യിൽ ചെറിയൊരു പോറലേറ്റ ചിത്രം. ശരിയാണ്, ആ ചിത്രത്തിൽ ഒരു പോറലൊക്കെ ഉണ്ട്. പക്ഷേ 4 ദിവസം മുമ്പ് ഉണ്ടായതാണെന്ന് മാത്രം. 4 ദിവസം മുമ്പേ ഉണ്ടായ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ തന്നെ ഈ പാട് അവിടെ കണ്ടതാണ്. മറ്റു ചാനലിലെ വിഷ്വൽസ് എടുത്ത് നോക്കിയാൽ മതി. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും കാണാത്ത അത്യപൂർവമായ ഒരു ശരീരശാസ്ത്രമാണോ നമ്മുടെ മന്ത്രിയുടേത്. എനിക്കെന്തായാലും കോൺഗ്രസ്സുകാരെ ന്യായീകരിച്ചിട്ട് 1 രൂപ പോലും കിട്ടാനില്ല. പക്ഷേ ഇമാതിരി പ്രഹസനങ്ങളെയൊന്നും നമുക്ക് അനാവശ്യമായി പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. പണ്ടെങ്ങോ സ്കൂൾ കലോത്സവത്തിലോ മറ്റോ മോണാക്ടിന് സമ്മാനം കിട്ടിയിട്ടുണ്ട് ഈ മന്ത്രിക്ക്. ആ പഴയ കഴിവ് ഇപ്പൊ ഒന്നുകൂടി പുറത്തെടുത്ത് പൊടി തട്ടിയെടുത്തിരിക്കുകയാണ്. അഭിനയം ഗംഭീരമാണ് മാഡം, പക്ഷെ കാണുന്നത് ബുദ്ധിയുള്ള ജനങ്ങളാണെന്ന് മാത്രം മറക്കരുത്.
എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇത്രയധികം പ്രതിഷേധിക്കുന്നത്? ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഒരു വീട്ടമ്മയ്ക്ക് നേരിടേണ്ടി വന്ന ചികിത്സാ പിഴവ് അത്രത്തോളം ഗുരുതരമാണ്. അവരുടെ കുടുംബം നീതിക്ക് വേണ്ടി മുറവിളി കൂട്ടുമ്പോൾ ആരോഗ്യവകുപ്പിന്റെ വീഴ്ചകൾ ചർച്ചയാകാതിരിക്കാൻ മന്ത്രി പ്രയോഗിച്ച മന്ദബുദ്ധിപരമായ തന്ത്രമാണ് ഈ മർദ്ദന നാടകം. തനിക്ക് മർദ്ദനമേറ്റു എന്ന് വരുത്തി തീർക്കാൻ പിന്നെ വണ്ടാനത്തെ വീഴ്ച ആരും ചർച്ച ചെയ്യില്ലല്ലോ. താൻ ഒരു ഇരയാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ പണ്ട് മോണോ ആക്ടിന് കിട്ടിയ ആ അവാർഡ് ഇപ്പോൾ ഉപകരിച്ചു എന്ന് വേണം കരുതാൻ. പ്രതിഷേധക്കാരെ കുറ്റവാളികളാക്കാനും വണ്ടാനത്തെ ഇരകളെ മറക്കാനുമുള്ള ഈ ഒരു നീക്കം തികച്ചും പരിഹാസ്യമാണ്. വണ്ടാനത്ത് മാത്രമല്ല, ഇപ്പോൾ കേരളത്തിലെ ആരോഗ്യം വട്ടപൂജയാണല്ലോ. ഇന്ത്യയുടെ ആരോഗ്യ മേഖലയ്ക്ക് മാതൃകയെന്ന് പറയുന്ന വീമ്പിളക്കുന്ന കേരളത്തിലെ മന്ത്രി ഒരു സാധാരണ പ്രതിഷേധത്തിലുണ്ടായ ഉന്തും തള്ളും പോലും നേരിടാനാകാതെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നത് നാണക്കേടാണ്. ഡൽഹിയിലോ മുംബൈയിലോ ഒരു പ്രതിഷേധം നടന്ന ആ മന്ത്രിമാർ ഇത്തരം നാടകങ്ങളൊന്നും കളിക്കുന്നത് നമ്മൾ ആരും കണ്ടിട്ടില്ല. അവർ ജനങ്ങളെ അഭിമുഖീകരിക്കും. ഇവിടെ മാധ്യമപ്രവർത്തകരെ കടിച്ചു കീറാൻ പോകുന്ന മന്ത്രി ക്യാമറ തിരിഞ്ഞപ്പോൾ കഴുത്തുവേദന അഭിനയിക്കുന്നു. നെയിം ബാഡ്ജ് തട്ടിയാൽ കൈയിനാണ് വേദനിക്കേണ്ടത്, അതും ആർക്കും മനസ്സിലാകും. എന്നാൽ ആ പോറലിനെ ഒരു വധശ്രമമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിലെ ജനങ്ങളുടെ സാമാന്യ ബോധത്തെ വെല്ലുവിളിക്കലാണ്. രണ്ടാം പ്ലാറ്റ്ഫോമിലെ ആ നിർണായക നിമിഷങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് നോക്കൂ. സ്പീക്കർ ഷംസീർ മന്ത്രിയുടെ അടുത്തേക്ക് വരികയാണ്. എന്തോ ഒരു ആംഗ്യം കാണിക്കുന്നു. ആ നിമിഷം വരെ ചിരിച്ചു കളിച്ച് നടന്ന മന്ത്രിയുടെ മുഖം പെട്ടെന്ന് മാറുന്നു. ഈ തിരക്കഥ ഷംസീറിന്റേതാണോ അതോ പാർട്ടിയുടേതാണോ? എന്തായാലും മന്ത്രിയുടെ അഭിനയ പാടവം ഗംഭീരമാണ്. പ്ലാറ്റ്ഫോം 1 ഇല്ലാതിരുന്ന വേദന, ആ ഉത്സാഹമൊക്കെ പോയി പ്ലാറ്റ്ഫോം 2 സ്പീക്കറെ കണ്ടപ്പോൾ മാത്രം ഉണ്ടായ അത്ഭുതം വല്ലാത്തൊരു മാജിക് തന്നെ. ഷംസീർ ആക്ഷൻ പറഞ്ഞു, മന്ത്രി റിയാക്ഷൻ കൊടുത്തു. മിനിസ്റ്റർക്ക് നല്ല പരിക്കുണ്ട്. ഇവിടെ മിനിസ്റ്റർക്ക് നേരെ കയ്യേറ്റ ശ്രമം നടന്നിരിക്കുകയാണ്. മിനിസ്റ്ററുടെ കഴുത്തിന് പരിക്കുണ്ട്. മിനിസ്റ്റർ ഇപ്പം ഈ ട്രെയിനിൽ സഞ്ചരിക്കേണ്ട എൻ്റെ കൂടെ. മിനിസ്റ്റർക്ക് പരിക്കേറ്റിരിക്കുകയാണ്. മിനിസ്റ്റർക്ക് അഡ്മിറ്റ് ചെയ്യുന്നത് പ്രതിഷേധത്തിന്റെ ഭാഗമായി വന്ന പ്രതിഷേധം എന്ന് പറഞ്ഞാൽ പ്രതിഷേധിക്കുക, ഞങ്ങൾക്ക് പ്രതിഷേധിച്ചു. കയ്യേറ്റം ചെയ്യാന്നുള്ളത് ശരിയല്ലല്ലോ ജനാധിപത്യം. സമരക്കാരൻ ആക്രമിച്ചു, പിന്നെ ആക്രമിക്കാൻ സമരക്കാർ കയ്യേറ്റം ചെയ്തു, കഴുത്തിന് പരിക്കും. ഞാൻ അദ്ദേഹത്തെ കാത്തിവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് പറഞ്ഞത് കഴുത്തിന് പരിക്ക് പറ്റി. ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്തു. അതിപ്പോൾ ഏതാണ്ട് അങ്ങനെ തന്നെ കാണുന്നത്. മന്ത്രിമാർക്കെതിരെ കരിങ്കൊടിയും സമരവും നടത്തിയ ആൾക്കാരാണ് നമ്മളൊക്കെ അതിൻ്റെ പ്രൊഡക്ട്സായി വന്ന ആൾക്കാരാണ്. പക്ഷേ ഈ രീതിയിൽ മന്ത്രി കയ്യേറ്റം ചെയ്യുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല, അത് അപലപിക്കപ്പെടേണ്ടതാണ്. ഇവരെ ഇപ്പം അഡ്മിറ്റ് ചെയ്യണം. സജീവട്ടാ, ദീപ്തി ദീപ്തി അത് കാണിച്ചിട്ട് അങ്ങനെ കേരളം മറ്റൊരു ഗംഭീര നാടകത്തിന്, രാഷ്ട്രീയ നാടകത്തിന് സാക്ഷ്യം വഹിച്ചു. യഥാർത്ഥ വേദന എന്താണെന്ന് മന്ത്രിക്ക് അറിയണമെന്നുണ്ടോ? എങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വയറ്റിൽ കത്രികയുമായി നടന്ന ഹർഷീനയോടോ, അല്ലെങ്കിൽ ഇപ്പോൾ വണ്ടാനത്തെ മെഡിക്കൽ കോളേജിലെ ഈ ചികിത്സാ പിഴവിലോ, അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ മേൽക്കൂര തകർന്നു വീണ സംഭവത്തിലൊക്കെ പോവൂ. ആ വീട്ടമ്മയുടെയും കുടുംബത്തിന്റെയും എല്ലാം വേദന അറിഞ്ഞിരിക്കൂ. ആ വേദനകൾക്കൊന്നും വില നൽകാത്ത മന്ത്രി തന്റെ കയ്യിലേറ്റൊരു ചെറിയ പോറലിന്റെ പേരിൽ മെഡിക്കൽ കോളേജിൽ ബെഡ് കൈക്കലാക്കി വിശ്രമിക്കുന്നു. പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സ കിട്ടാതെ മെഡിക്കൽ കോളേജുകളിൽ വരി നിൽക്കുമ്പോഴാണ് ഈ മന്ത്രിയുടെ അഭിനയവും ആഡംബര ആശുപത്രി വാസവും. ഇതിനെ നമുക്ക് അനാവശ്യമായി പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. വീണ ജോർജ് മാഡം, നിങ്ങൾ പണ്ട് മോണോ ആക്ടിന് വാങ്ങിയ സമ്മാനം എന്തിനായിരുന്നാലും ഇന്ന് കേരളം നിങ്ങൾക്ക് നൽകുന്നത് മികച്ച പ്രഹസനത്തിനുള്ള അവാർഡാണ്. ദൃശ്യങ്ങൾ കള്ളം പറയില്ല. 1ാം പ്ലാറ്റ്ഫോമിലെ ഉഷാറും 2ാം പ്ലാറ്റ്ഫോമിലെ നാടകവും ഞങ്ങൾ കണ്ടതാണ്, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വണ്ടാനത്തെ വീട്ടമ്മയുടെ കുടുംബത്തിന് നീതി നൽകുന്നതിന് പകരം ജനശ്രദ്ധ മാറ്റാൻ ഇത്തരത്തിലുള്ള സെന്റിമെന്റൽ നാടകങ്ങൾ കളിക്കുന്നത് ഒരു മന്ത്രിക്കും ചേർന്നതല്ല, നാണക്കേട് തന്നെ. ഈ പോറലും കഴുത്ത് വേദനയും കൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കാം എന്ന് കരുതേണ്ട. സത്യം പുറത്തു വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ നാടകത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ മന്ത്രിയുടെ പുതിയ അടവിന് നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കും? തീർച്ചയായും നിങ്ങളുടെ പ്രതികരണങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ സത്യം എല്ലാവരിലേക്കും എത്തിക്കാനായി വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.